കൗമാര കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ശാരീരികമായിട്ടുള്ള അവയവങ്ങളിൽ വരുന്ന വ്യതിയാനമാണ്. ഈ ശാരീരികമായ അവയവങ്ങൾ, ലൈംഗിക മേഖലകളിൽ വരുന്ന ആ വ്യതിയാനങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അപ്പനോ അമ്മയോ അധ്യാപകരോ പറഞ്ഞു കൊടുക്കുന്നില്ല എങ്കിൽ ഈ കൗമാര കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന കുഞ്ഞിന്, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിക്ക്, ഈ പെൺകുട്ടിക്ക് പല വിധത്തിലുള്ള ജിജ്ഞാസകൾ വരും, പല വിധത്തിലുള്ള ലജ്ജയും ഭയവും വരും. ഇനി ആ നാളുകളിൽ ഏതെങ്കിലും വിധത്തിൽ ലൈംഗികമായിട്ട് ദുരുപയോഗപ്പെട്ട കൗമാര കാലഘട്ടത്തിൻ്റെ നാളുകളിൽ മനസ്സിലാക്കുന്ന മുറിവ്, അത് വളർന്നു വരുമ്പോൾ സംഭവിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ ലൈംഗിക മേഖലകൾ വളരെ അരാജകത്വമുള്ള വ്യക്തിയായി മാറും. അതുപോലെ തന്നെ അങ്ങനെയുള്ള അന്ന് കൗമാര കാലഘട്ടത്തിൽ ഈ മേഖലയിൽ മുറിവേറ്റെങ്കിൽ, ദുരുപയോഗിക്കപ്പെട്ടെങ്കിൽ, ആ ദുരുപയോഗിക്കപ്പെട്ട വ്യക്തി വളർന്നു വരുമ്പോൾ പലരെയും ദുരുപയോഗിക്കുന്നതായ ആ പ്രവൃത്തിയിലേക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കൗമാര കാലഘട്ടത്തിൻ്റെ നാളുകളിൽ ലൈംഗിക മേഖലകൾ ദുരുപയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ സ്വഭാവത്തിൻ്റെ മേഖലയിൽ, ലൈംഗിക മേഖലയിൽ പല വിധത്തിലുള്ള പാപത്തിൻ്റെ ജഡികമായ പ്രവണതയുടെ അടിമത്തത്തിലേക്ക് പോകാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇവിടെ ധ്യാനിക്കാനായിട്ട് വന്ന ഒരു നേഴ്സായിട്ടുള്ളൊരു പെൺകുട്ടി, അവൾ ആദ്യത്തെ ധ്യാനം കഴിഞ്ഞു, തിരിച്ചുപോയി. 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ധ്യാനത്തിന് വന്നു. ധ്യാനത്തിൻ്റെ 2ാമത്തെ ദിവസം കുമ്പസാരിച്ച ശേഷം ആ സഹോദരി എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാനായിട്ട് വന്നതിൻ്റെ കാരണം അവൾ പറഞ്ഞു, അച്ഛാ, എൻ്റെ സ്വഭാവത്തിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നൊരു കാര്യമാണ് സ്വയംഭോഗം എന്ന പാപം നാളുകളായിട്ട് എന്നെ അടിമപ്പെടുത്തുക. ഞാൻ 2 വർഷം മുമ്പ് ഈ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് വന്ന് ധ്യാനത്തിൽ കൂടി ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു, നല്ല തീരുമാനമെടുത്തു. അങ്ങനെ നല്ല തീരുമാനത്തോട് ഞാൻ ധ്യാനം കഴിഞ്ഞു പോയി. ഞാൻ ബൈബിൾ വായനയിൽ പ്രാർത്ഥനയിലൊക്കെ നന്നായിട്ട് അങ്ങനെ ചേർന്ന് നിന്നു. എനിക്ക് 2 വർഷം വരെ ആ പാപത്തിൽ വീഴാതെ പിടിച്ചു നിൽക്കാൻ പറ്റി. ക്രമേണ ഞാൻ ആ പാപത്തിലേക്ക് വീണുപോയി. ഞാൻ ഇപ്രാവശ്യം ധ്യാനിക്കാൻ വന്നതും എനിക്ക് ആ ലൈംഗിക മേഖലകളെ, വിശുദ്ധിയെ കളങ്കപ്പെടുന്ന ആ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. ഞാൻ നന്നായിട്ട് അനുദപിച്ചു, നല്ലൊരു കുമ്പസാരം നടത്തി. ഞാൻ കുമ്പസാരം നടത്തിയിട്ട് ധ്യാന ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അച്ഛനെടുക്കുന്നു, എനിക്ക് ഈ തീരുമാനത്തിൽ നിലനിൽക്കണം, ഇതിൽ ഇനി വീഴാൻ പാടില്ല, അതുകൊണ്ട് അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവരെ, ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പേരെൻ്റെ മനസ്സിലേക്ക് തോന്നുകയാണ്. അതായത് ഇവളിൽ നിന്ന് വിട്ടുമാറാത്ത ഈ ലൈംഗിക മേഖലകളിലെ അശുദ്ധി പാപമായി അവൾ വീഴിക്കാനായിട്ടൊരു കാരണം ബിനു എന്ന് പേരായ ഒരു വ്യക്തി. ആ ബിനുവിൻ്റെ പേരാണ് കിട്ടുന്നത്. ഞാനപ്പം ആ പ്രാർത്ഥിക്കാനായിട്ട് നീട്ടി കൈ പുറകോട്ട് വലിച്ചു. എന്നിട്ട് ഞാൻ ഈ ബിനുവിൻ്റെ കാര്യം ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അവളുടെ അപ്പൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മകൻ. അപ്പോൾ ഇവള് അമ്മ വീട്ടിൽ നിന്നുകൊണ്ടാണ് പഠിച്ചത്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 7, 5, 12 വയസ്സ്, ഈ കൗമാരപ്രായത്തിൽ അവളെ ഈ അമ്മാവൻ്റെ മകൻ ദുരുപയോഗിച്ചു, ലൈംഗികമായിട്ട് ദുരുപയോഗം നടത്തി. പക്ഷെ അന്ന് ഇവക്ക് ഇതിൻ്റെതായ കാര്യങ്ങളുടെ ഗൗരവമൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നീട് അവൾ വളർന്നു വന്നപ്പോൾ ഇതിന് ഗൗരവം മനസ്സിലായി. അപ്പം എന്നെ ലൈംഗികമായിട്ട് ദുരുപയോഗിച്ച ബിനു എന്ന് പറയുന്ന അമ്മാവൻ്റെ മകൻ കാണും, ഇതൊക്കെ ചെയ്യും. പക്ഷേ ഇതിൻ്റെ ദൂഷ്യവശം മനസ്സിലായപ്പോൾ മുതൽ വളരെയധികം ദേഷ്യം, വെറുപ്പ്, വൈരാഗ്യം കാണുന്നുണ്ട്, മിണ്ടുന്നുണ്ട്, അവിടെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഉള്ളിൽ ഇവനോട് ക്ഷമിക്കാൻ പറ്റാത്ത, മറക്കാൻ പറ്റാത്ത, സ്നേഹിക്കാൻ പറ്റാത്ത, അംഗീകരിക്കാൻ പറ്റാത്ത ഒരു മുറിവിൻ്റെ ഓർമ്മ അവൾ കിടക്കുന്നുണ്ട്. ഈ കിടക്കുന്ന ഓർമ്മ, അല്ലെങ്കിൽ ഈ മുറിവ് എത്ര ശ്രമിച്ചിട്ടും ഈ സ്വഭാവ വൈകല്യത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ സാധിക്കുന്നില്ല. അപ്പം ഞാൻ അവൾ പറഞ്ഞു, ഇതാണ് നിൻ്റെ കാരണം. നിനക്ക് ഈ പ്രാവശ്യം ധ്യാനം കൂടിയതിന് മാത്രം കാര്യമില്ല, നീ ഇവിടെ ചെയ്യേണ്ട കാര്യമുണ്ട്. അതായത് 2 കാര്യം നീ ഇവിടെ ചെയ്യണം. 1, ഈ നിൻ്റെ കൗമാര കാലഘട്ടത്തിൽ നിന്നെ ലൈംഗികമായിട്ട് ദുരുപയോഗിച്ച ഈ ബിനുവിനെ നീ നിരപരാധിയായി കാണണം. അതങ്ങനെ നിരപരാധിയായി കാണുന്നത്, നിരപരാധിയായി കണ്ടാലേ നിനക്ക് ആ വ്യക്തിയോട് ക്ഷമിച്ച് ആ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ.
അപ്പം എങ്ങനെയാണ് നിരപരാധിയായിട്ട് കാണുന്നത്? അതായത് എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ മകള് അവളെ ശാരീരികമായിട്ട് ദുരുപയോഗിക്കാൻ, ലൈംഗികമായിട്ട് ദുരുപയോഗിക്കാൻ പാടില്ല എന്ന സത്യം, ആ സത്യം ഇവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അത് ചെയ്യലായിരുന്നു. അപ്പം അവൻ അങ്ങനെ ചെയ്തെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന അറിവ് അവനില്ലാതെ പോയി. ആ ചെയ്യാൻ പാടില്ല എന്ന അറിവ് ഇല്ലാതെ പോയത് കൊണ്ടാണ് അത് ചെയ്തത്. അപ്പോൾ അറിവില്ലാതെ പോയത് അങ്ങനെ ചെയ്തെങ്കിൽ ആ ചെയ്തതിന് മുമ്പിൽ അറിവില്ലാതെ ചെയ്ത വ്യക്തി നിരപരാധിയാണ്. ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. അപ്പം നിരപരാധിയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ നിരപരാധിയായ വ്യക്തി എനിക്ക് തന്ന മനസ്സിൻ്റെ മുറിവിനെ, നൊമ്പരത്തെ മുറിവുകൾ ഏറ്റെടുക്കുന്ന ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് അവനെ, രണ്ടാമത്തെ കാര്യം, അവനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ഇവിടെ 2 വിധത്തിലുള്ള സൗഖ്യം നടക്കും. ഒന്ന്, ഇവൻ അനുഗ്രഹിക്കപ്പെടാത്തത് കൊണ്ടാണ് ഈ പാപം അല്ലെങ്കിൽ ഈ പ്രവൃത്തി ചെയ്തത്. അനുഗ്രഹിക്കപ്പെട്ടാൽ ആ പ്രവൃത്തി അവന് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യും? ഞാൻ ഇന്ന് ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടുന്നതിന് തടസ്സമായിട്ടുള്ളതിനെ അനുഗ്രഹിക്കാൻ കഴിവുള്ള കർത്താവ് മാറ്റിക്കൊടുക്കും. 2, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ആ വ്യക്തിയോടുള്ള ദേഷ്യം, വെറുപ്പ് മാറും. അപ്പം ഞാൻ പറഞ്ഞു, നീ ഈ ഒരു ബോധ്യം വെച്ചിട്ട് ഈ ആഴ്ചയിൽ ധ്യാനത്തിൽ ആന്തരിക സൗഖ്യത്തിൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ അതിനുശേഷം ആരാധനയിൽ നീ അന്ന് അവൻ നിനക്കെതിരെ ചെയ്തത്, പെരുമാറിയത് മൂലം നിൻ്റെ മനസ്സിനേറ്റ മുറിവേൽക്കാൻ ഇടയായിത്തീർന്ന പ്രവൃത്തി അതിന് ഈശോയുടെ കരങ്ങളിൽ കൊടുത്തിട്ട് അങ്ങനെ ചെയ്ത ബിനു നിരപരാധിയാണെന്ന് കണ്ടിട്ട് നീ അവനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിവുകൾക്ക് സൗഖ്യം കിട്ടും. നിൻ്റെ മുറിവുകൾക്ക് സൗഖ്യം കിട്ടുമ്പോൾ അതിന് കാരണമായി തീർന്ന അവൻ്റെ സ്വഭാവത്തിലെ ഈ വൈകല്യം ഈശോ മാറ്റി കൊടുക്കും. അപ്പം എന്താണെന്നറിയോ? നിന്നിലൂടെ നിനക്ക് സൗഖ്യം കിട്ടുന്ന നിന്നിലൂടെ ആ വ്യക്തിയുടെ സ്വഭാവത്തിലെ വൈകല്യം മാറിക്കൊടുക്കുന്ന അനുഭവം. ഇതിനു വേണ്ടിയാണ് കർത്താവ് അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലും പ്രാർത്ഥനയും നിനക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്നത്. അപ്പോൾ ഞാൻ അവൾ പറഞ്ഞു, നീ അങ്ങനെ ആന്തരിക സൗഖ്യ ആരാധന സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, നന്നായിട്ട് ധ്യാനം കുടിക്കുള്ളൂ. 2 കാര്യം ഈ മേഖലയിൽ നിന്ന് ചെയ്യുക, നിനക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം കർത്താവ് തരും. സ്നേഹമുള്ളവർ, ഞാനീ പറഞ്ഞ് അവളെ പ്രാർത്ഥിച്ചു ധ്യാന ഹോളിലേക്ക് വീണ്ടും വിട്ടു. അവളുണ്ടല്ലോ ആ ആഴ്ചയുടെ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് വീണ്ടും വന്ന് എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ട് വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അവൾ സന്തോഷത്തോടെ തിരിച്ചു പോയി. ഏതാണ്ട് കുറച്ച് നാൾ, 2 വർഷത്തിലധികമായി കഴിഞ്ഞ ശേഷം ഇവൾ വീണ്ടും ധ്യാനിക്കാനായിട്ട് വന്ന് ധ്യാനത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അവൾ വളരെ സന്തോഷത്തോടെ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛനെ ഓർക്കുന്നുണ്ടോ? അപ്പോൾ അവൾ കാര്യമൊക്കെ പറഞ്ഞു, ഓർക്കുന്നുണ്ട് ഞാൻ ഈ ആഴ്ചയെ ധ്യാനിക്കാൻ വന്നത് എൻ്റെ വിവാഹ ആലോചനകളെല്ലാം നടന്ന് ഉറപ്പിച്ചിരിക്കുക. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരാഴ്ച ഡിവൈൻ ധ്യാനം കൂടി നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ജീവിതാവസ്ഥയിലേക്ക് പോകാൻ വേണ്ടിയാണ് ഞാൻ ധ്യാനിക്കാനായിട്ട് വന്നത്. ഇത്രയും അവൾ പറഞ്ഞ ശേഷം അടുത്തത് അവൾ എന്നോട് പറയുകയാണ്, അച്ഛാ ഞാൻ 2 വർഷം മുമ്പ് ധ്യാനിക്കാനായിട്ട് വന്നപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്നിലെ ഒരു പാപത്തിൻ്റെ പ്രവണത. അച്ഛാ, അന്ന് ഞാൻ ആ ധ്യാനത്തിൽ കൂടി പ്രാർത്ഥിച്ചു പോയിട്ട് പിന്നീട് ഒരിക്കലും ഞാൻ ആ പ്രവൃത്തി ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രവണത പോലും എൻ്റെ ഉള്ളിലില്ലാതെ കർത്താവ് എന്നെ സംരക്ഷിച്ച് അനുഗ്രഹിച്ചു. നല്ലൊരു കയ്യടി കൊടുക്ക്. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ ഒരു സംഭവത്തിലൂടെ പറഞ്ഞൊരു ഉദാഹരണം. ഞാനിത് പറഞ്ഞ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മളിൽ ചില ദുരുപയോഗിക്കപ്പെട്ടതിൻ്റെ, ദ്രോഹിക്കപ്പെട്ടതിൻ്റെ, അപമാനിക്കപ്പെട്ടതിൻ്റെ, താഴ്ത്തിക്കെട്ടിയതിൻ്റെ തിക്താനുഭവങ്ങളുടെ നൊമ്പരം നമ്മുടെ കൗമാര കാലഘട്ടത്തിലോ മറ്റ് ഏതെങ്കിലും കാലഘട്ടത്തിൻ്റെ നാളുകളിലോ മനസ്സിനേറ്റെങ്കിൽ ആ മനസ്സിനേറ്റ മുറിവുകൾക്ക് സൗഖ്യം ലഭിക്കുന്ന 2 രീതിയിലാണ്. ഒന്ന്, അതിന് കാരണക്കാരനായി തീർന്ന വ്യക്തി, ആ വ്യക്തിയെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് നിരപരാധിയായി കണ്ടത്. കാരണം ആ സത്യം അറിയാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പെരുമാറാൻ പാടില്ല, അങ്ങനെ ഇടപെടാൻ പാടില്ല എന്ന സത്യം ആ വ്യക്തിക്ക് അറിയാത്തത് കൊണ്ടാണ് എന്നെ അങ്ങനെയെല്ലാം ചെയ്തത്, അങ്ങനെയെല്ലാം എന്നെ ഉപദ്രവിച്ചത്, അങ്ങനെയെല്ലാം എന്നോട് പെരുമാറിയത്. അപ്പം ഞാൻ ആ വ്യക്തിയെ നിരപരാധിയായി കാണുമ്പോൾ ആ വ്യക്തിയിലൂടെ എൻ്റെ മനസ്സിനേറ്റ മുറിവിനെ ഈശോ ഏറ്റെടുക്കും. ഹല്ലേലൂയ. 2, അവിടെ ഞാനൊരു പോസിറ്റീവ് ഗുണം കൊടുക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. നിരപരാധിയായിട്ട് കണ്ട് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ വൈകല്യം എന്നിലൂടെ ആ വ്യക്തിക്ക് സൗഖ്യം കിട്ടി മാറും. 2, ഞാൻ ആ വ്യക്തി അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിച്ചാൽ
ആ വ്യക്തി എൻ്റെ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഞാൻ മൂലം ആ വ്യക്തി രക്ഷപ്പെടാൻ ഇടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്നെ കർത്താവ് സുഖപ്പെടുത്തുമ്പോൾ സൗഖ്യം തരുന്ന എന്നിലൂടെ കാരണക്കാരായിത്തീർന്ന മറ്റ് വ്യക്തികളെ രക്ഷപ്പെടുത്താനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ആഴ്ചയിലെ ധ്യാനം ഇവിടത്തെ കൊണ്ട് തീരുന്നില്ല. ഇതൊരു പ്രോസസ്സാണ്. എന്ത് പ്രോസസ്സ്? അതായത് നിനക്ക് സൗഖ്യം കിട്ടിയെങ്കിൽ നീ മൂലം അനേകരുടെ മുറിവിനെ സുഖപ്പെടുത്താൻ, പലവിധ ദുശീലങ്ങൾക്ക്, പാപങ്ങൾക്ക്, ബന്ധ തകർച്ചയിൽ കഴിയുന്ന അനേകരെ രക്ഷിക്കുന്ന പ്രവൃത്തി നീ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നിനക്ക് കിട്ടിയ സൗഖ്യ അനുഭവം, സന്തോഷത്തിൻ്റെ അനുഭവം, ദൈവസ്നേഹ അനുഭവം, വചന നിറവിൻ്റെ അനുഭവം ഇനി ഓരോ നാളുകളിൽ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് പോകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നിനക്ക് ചെറുതുകൊണ്ട് നീ തൃപ്തിപ്പെട്ടു പോയാൽ പോരാ. നീ ഈ വാങ്ങിച്ചെടുക്കുന്ന മുഴുവൻ ഇനിയുള്ള നാളുകളിൽ അഭിവൃദ്ധിയായിട്ട് മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി 6ാമത്തെ കാലഘട്ടമാണ് ഓർമ്മിക്കാൻ സാധിക്കുന്ന കാലഘട്ടം. ഓർമ്മിക്കാൻ സാധിക്കുന്ന കാലഘട്ടത്തിൽ യുവത്വത്തിൻ്റെ കാലഘട്ടമുണ്ട്, ദാമ്പത്യത്തിൻ്റെ കാലഘട്ടമുണ്ട്, നീ ഇപ്പോൾ ഇന്നായിരിക്കുന്നതായ ജീവിതാവസ്ഥയുടെ കാലഘട്ടം. അതായത് നിൻ്റെ കൗമാര കാലഘട്ടം കഴിഞ്ഞ് യുവത്വത്തിൻ്റെയും ദാമ്പത്യത്തിൻ്റെയും ഇന്ന് സഞ്ചരിക്കുന്ന ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ കാലഘട്ടത്തിൻ്റെ പേരാണ് ഓർമ്മിക്കാൻ സാധിക്കുന്ന കാലഘട്ടം. ഈ ഓർമ്മിക്കാൻ സാധിക്കുന്ന കാലഘട്ടത്തിൽ 5 വിധത്തിലാണ് എൻ്റെ മനസ്സ് മുറിവേൽക്കുക. 5 വിധത്തിലാണ് എൻ്റെ മനസ്സ് മുറിവേൽക്കുക. 1, വ്യക്തികളിലൂടെ. ഈ വ്യക്തികളിൽ എൻ്റെ അപ്പൻ പെടാം, അമ്മ പെടാം, ഭർത്താവ് പെടാം, ഭാര്യ പെടാം, സഹോദരങ്ങൾ പെടാം, അധികാരികൾ പെടാം, സഹപ്രവർത്തകർ പെടാം. ഞാൻ ഇന്നുവരെ കണ്ടുമുട്ടി ഇടപെട്ട വ്യക്തികൾ ആരെല്ലാമാണ്? വ്യക്തികളിലൂടെ. 2, വാക്കുകളിലൂടെ. കുറ്റപ്പെടുത്തിയ, കളിയാക്കിയ, താഴ്ത്തിക്കെട്ടിയ, അപമാനിച്ച, നിന്ദിച്ച വാക്കുകളിലൂടെ. 3, സംഭവങ്ങളിലൂടെ. അതായത് തെറ്റായ ബന്ധങ്ങളിലേക്ക് പോയി, തെറ്റായ ശീലങ്ങളിലേക്ക് പോയി, അതെന്നെ പല രീതിയിൽ തകർത്തു, ദുരുപയോഗിക്കപ്പെട്ടതായ സംഭവം. അപ്പോൾ സംഭവങ്ങളിലൂടെ. 4ാമത്താണ് സാഹചര്യം. ഞാൻ ആദ്യമായി മദ്യത്തിലേക്ക്, പുകവലിയിലേക്ക്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കില്ല. ചിലപ്പോൾ നിർബന്ധം പോലും കൂട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രേരണയായിരിക്കാം. തെറ്റായ ബന്ധങ്ങളിലേക്ക് പോയി, ആ തെറ്റായ ബന്ധത്തിലേക്ക് പോകാൻ എനിക്ക് പല വിധത്തിലുള്ള ആ നിർബന്ധത്തിൻ്റെ പേരിലായിരിക്കാം. പക്ഷേ ഈ നിർബന്ധത്തിന് ഞാൻ എങ്ങനെ വഴങ്ങി? നിർബന്ധത്തിന് വഴങ്ങാൻ ഏതോ നാളിൽ എൻ്റെ മനസ്സിൻ്റെ ആ മുറിവ് കിടപ്പുണ്ട്. ആ മുറിവ് ആ നിർബന്ധത്തിന് വഴങ്ങാൻ പ്രേരിപ്പിച്ചു. ഇപ്പം ഞാൻ എൻ്റെ അപ്പനോ സഹോദരനോ കുടുംബത്തിലെ വ്യക്തികളോ മദ്യപിക്കുന്നതായ പ്രവണത ഞാൻ കണ്ടു, അല്ലെങ്കിൽ അന്ന് ചെറിയൊരു സ്പർശം അല്ലെങ്കിൽ ചെറിയൊരു തൊല എനിക്ക് കിട്ടി. അപ്പം ഇന്ന് ഞാൻ വളർന്നു വന്നപ്പോൾ എന്നെ അതിനെ നിർബന്ധിച്ചപ്പോൾ ആ നിർബന്ധിച്ച കൂട്ടുകാരിലേക്ക്, നിർബന്ധിച്ച കാര്യത്തിലേക്ക് ഞാൻ പോകാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ വ്യക്തികളിലൂടെ, വാക്കുകളിലൂടെ, സംഭവങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ സംഭവിച്ചത് 5ാമത്തെ തലം എൻ്റെ ഓർമ്മയിൽ കിടപ്പുണ്ട്, എൻ്റെ ഓർമ്മയുടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ കിടക്കുന്ന നമ്മുടെ ഓർമ്മയിലാണ്. ഈ ഓർമ്മയാണ് എന്നെ ഇന്ന് പല കാര്യങ്ങളിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഓർമ്മയുടെ മേഖലയിൽ സൗഖ്യം കിട്ടണം.